Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ 7 വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് ചികിത്സിച്ച ഡോക്ടർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചു എന്ന തരത്തിൽ വരുന്ന വാർത്തകൾക്ക് കഴമ്പില്ല എന്ന് കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് 7 വയസ്സുള്ള കുട്ടിയുമായി ആശുപത്രിയിൽ എത്തുന്നത്. കേസ് ഹിസ്റ്ററി ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ കുട്ടിക്ക് ഫിക്സ് വരാറുള്ളതായും അന്നേ ദിവസം തന്നെ മറ്റൊരു ശിശുരോഗ വിദഗ്ധയെ സമീപിച്ച് മരുന്നുകൾ കുറിച്ച കുറിപ്പടി കാണിക്കുകയും ചെയ്തതായി കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചിരുന്നു. ഇത് ഫിക്സിന്റെ മരുന്നിന് നൽകരുതെന്ന് ശിശുരോഗ വിദഗ്ധ നിർദ്ദേശം നൽകിയതായും രക്ഷിതാക്കൾ സൂചിപ്പിച്ചിരുന്നു. കുട്ടികൾക്ക് പനിക്ക് നൽകേണ്ട മരുന്നുകൾ തന്നെയാണ് അന്നേ ദിവസം കാണിച്ച കുട്ടികളുടെ ഡോക്ടർ എഴുതിയിരിക്കുന്നതെന്നും അത് തന്നെ കുട്ടിക്ക് നൽകിയാൽ മതിയെന്നുമാണ് താൻ പറഞ്ഞതെന്നും ഡോക്ടർ വ്യക്തമാക്കി. ശിശുരോഗ വിദഗ്ധ നൽകിയ മരുന്ന് ജനറൽ സർജനായ താൻ മാറ്റി നൽകി പിന്നീട് അസുഖം വർദ്ധിക്കുകയും മറ്റു ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോവാനല്ല താൻ പറഞ്ഞതെന്നും ഇനിയും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ പീഡിയാട്രീഷ്യനെ തന്നെ കാണിക്കണമെന്നാണ് താൻ പറഞ്ഞതെന്നും ഡോക്ടർ അറിയിച്ചു. ആ കുട്ടിക്ക് മുമ്പ് ഫിറ്റ്സിന്റെ ഹിസ്റ്ററി ഉള്ള കുട്ടിയാണ്. ആ പീഡിയാട്രീഷ്യൻ കൃത്യമായി ആ കുട്ടിക്ക് വേണ്ട മരുന്നുകൾ അതിൽ പ്രിസ്ക്രൈബ് ചെയ്തതുകൊണ്ട് വേറൊരു മരുന്നും ഒരു ഡ്യൂട്ടി ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ കുട്ടിയെ കാണിക്കുകയാണെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ തന്നെയാണ് കാണിക്കേണ്ടത്. ഞാൻ സാധാരണ ജനങ്ങളോട് പറയാറുണ്ട്, സാമ്പത്തിക പ്രയാസമാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അതല്ലെങ്കിൽ സമീപ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികളിലേക്കും പോയിട്ട് പീഡിയാട്രീഷ്യനെ കാണിക്കണമെന്നാണ് പറയാറുള്ളത്. അതിൻ്റെ കാരണം രാത്രി നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്. താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളെയെല്ലാം റെഫർ ചെയ്യുന്നു എന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്നും ആശുപത്രിയിൽ ഇല്ലാത്ത ചികിത്സാ കേസുകൾ വരുമ്പോൾ മാത്രമാണ് ഉയർന്ന സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യുന്നതെന്നും ഡോക്ടർ അൻവർ സാദത്ത് പറഞ്ഞു. പിന്നെ പൊതുവെ പൊതുജനങ്ങൾ വളരെ നിഷ്കളങ്കരായ ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പല ആളുകളും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാ രോഗികളെയും സ്വകാര്യ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നു എന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പറയാറുണ്ട്. അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മുടെ ആശുപത്രിയിൽ ഇല്ലാത്ത സ്പെഷ്യാലിറ്റിയിലേക്കും ഇവിടെ പരിചരിക്കാൻ പറ്റാത്ത രോഗികളെയുമാണ് നമ്മൾ ഉയർന്ന സ്ഥാപനങ്ങളിലേക്ക് വിടാറുള്ളത്. ഒന്ന്, പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഒരു അസുഖം വരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് പോലെയുള്ളതൊക്കെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്ന കേസുകൾ നമുക്ക് അത്തരം സ്പെഷ്യലിസ്റ്റുകളെ രാത്രി ഇല്ലാത്തതുകൊണ്ടും ഇവിടെ സ്കാൻ ചെയ്യാനോ CT സ്കാൻ ചെയ്യാനോ വയറിൻ്റെ സ്കാൻ ചെയ്യാനോ അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വിടാറുള്ളത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് അടുത്ത ദിവസം വന്ന് കാണാൻ പറ്റുന്നതാണെങ്കിൽ ആ പറ്റാവുന്ന കേസുകളെ നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അടുത്ത കൺസൾട്ടേഷന് വേണ്ടി അടുത്ത ഡോക്ടറെ കാണിക്കാറുമുണ്ട്. പക്ഷേ എമർജൻസി സിറ്റുവേഷനുകളിൽ നമ്മൾ പെട്ടെന്ന് കാണിക്കേണ്ട കേസുകളായതുകൊണ്ടാണ് നമ്മൾ ഉടൻ തന്നെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടി ഉയർന്ന സ്ഥാപനങ്ങളിലേക്ക് വിടുന്നത്.